എന്തോ ഒരു കായുള്ള മരം കേട്ടോ അത്. ഇതിന്റെ പേരെന്താ അറിയില്ല. നോക്കിയേ ഈ മരത്തിന്റെ കായ കേട്ടോ അത്. പിന്നെ നാട്ടിലെ ഈ കരിമ്പനയുടെ പോലെ ഒരു ഇതില്ലേ, പക്ഷെ ഒരു പച്ച കരിമ്പനയുടെ കായ പോലെ ഫോർട്ടിൻ്റെ ഒരു മെയിൻ വ്യൂ ആണിത്. പക്ഷെ എനിക്കിത് ഈ ഒരു സംഭവം വ്യൂ കാണുമ്പോഴേക്ക് മലമ്പുഴയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. മലമ്പുഴയിൽ പോയിട്ട് കുറേ ആയി, അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഇത് കിട്ടണില്ല. സംഭവം നൈസായിട്ട് ഈവനിങ് ടൈമിലാണ് കൂടുതലും ഇതൊക്കെ ഓണാക്കി സെറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ കശ്മീരികളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഡ്രസ്സുണ്ട് കാണാൻ. 100 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ പിള്ളേർക്കുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കിന്റെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഉണ്ടോ? സാമഗ്രിക വസ്തുക്കളെല്ലാം ഏകദേശം തീരുമാനമായതാണ്. ബാഹു ഫോർട്ടിലെ വേറൊരു ഭാഗമാണ് കുട്ടികൾക്കായിട്ടുള്ള ഒരു വലിയൊരു ചിൽഡ്രൻസ് പാർക്കാണ്. ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇവിടെ. നല്ല രസമാണ് ഇവിടെ. മുകളിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് മൊത്തത്തിൽ കില്ലർ വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് ഈവനിങ്ങിൽ സ്പെൻഡ് ചെയ്യാനും അതുപോലെ വല്ല ഡേ ഓഫൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട്. നല്ല രസമുണ്ട് കാണാൻ. സംഭവത്തിൻ്റെ ഉള്ളിലാണ് മ്യൂസിക്കൽ ഫൗണ്ടെയിനൊക്കെ ഉള്ളത്. ഈവനിങ് ആണ് അത് ഓപ്പൺ ആവുക. 20 രൂപയുടെ ഷോ ഉണ്ട് 11 മണി മുതൽ 4 മണി വരെ. നമുക്ക് ഈവനിങ്ങിൽ വന്ന് നോക്കാം സമയമുണ്ടെങ്കിൽ. കാണുന്നതാണ് ബാഹു ഫോർട്ട്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് ഒന്ന് പോയേക്കാം. ഇവിടുത്തെ വലിയൊരു ഉദ്യാനത്തിലൂടെ നടന്ന് നീങ്ങി നമ്മളങ്ങനെ ബാഹു ഫോർട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും ടോപ്പിലുള്ള ഒരു ഉദ്യാനമാണ് കേട്ടത്. ഇവിടുന്ന് നമുക്ക് ബാഹു ഫോർട്ട് കറക്റ്റായിട്ടൊന്ന് കാണാം. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്മു സിറ്റീൻ്റെ ഒട്ടുമുക്കാൽ ഭാഗവും നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല വിസിബിലിറ്റിയോട് കൂടി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പുതിയ പാലങ്ങളും പഴയ പാലങ്ങളും ജമ്മു സിറ്റിയും എല്ലാം നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. നല്ലൊരു പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വ്യൂ ആസ്വദിക്കുന്ന ഒരു പ്രതിമ. അങ്ങനെ ഗാർഡനിൽ കുറേയൊക്കെ സീനുകളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ ഫോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. മോസ്റ്റ്ലി ഇവിടെ ആളുകൾ വിസിറ്റ് ചെയ്യുന്നത് കശ്മീരത്തെ ആളുകളാണ് കേട്ടോ. കശ്മീരിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് ബാഹു ഫോർട്ട്. പിന്നെ ഈ ഒരു സൈഡാണ് നമ്മുടെ ഈ വാട്ടർ ഫൗണ്ടേഷൻ്റെ മറ്റേ ലേസർ ഷോയും വാട്ടർ ഷോയും ഒക്കെ ഉള്ള ഒരു സംഭവം ഇതാണ്. അവിടെ ഒരു സ്റ്റേഡിയൊക്കെ അവിടെ കൊടുക്കേണ്ടിയിരിക്കാനുള്ള ഒരു സെറ്റപ്പ്. 4 മണിക്ക് ശേഷമാണ് അത് ഓപ്പൺ ആവുക. വഴിയെല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടേ നല്ല രസമുണ്ട്. പിന്നെ നല്ല തണുപ്പും. മ്യൂസിക്കൽ ഫൗണ്ടേഷൻ 6:45 കേട്ടോ ഈവനിങ് ഷോ. ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഷോ ഉള്ളത്. ഇവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. പക്ഷേ വൈകിട്ട് 6:45 സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. ഉണ്ടോ? വലിയൊരു ഷോ ആണ്. സംഭവം ഞെട്ടിക്കണ ഒരു സംഭവമാണ് അവിടെ. ബട്ട് ഇപ്പോൾ അത് ഓപ്പൺ അല്ല.
ഈവനിങ് 6:45 ശേഷമാണ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് അടുത്ത ബാഹു ഫോർട്ടിൻ്റെ മുകളിലേക്കാണ്, ആ ഭാഗത്തേക്കാണ്. അവിടേക്ക് വേറെ സെപ്പറേറ്റ് ടിക്കറ്റാണ്. 30 രൂപയാണ് ഒരു ടിക്കറ്റിന് അവിടെ കോസ്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം അവിടുത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.